തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ കഞ്ചാവ് പിടികൂടി. പുലർച്ചെ 3 മുതൽ ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ പരിശോധനയ്ക്കിടെയാണ് കഞ്ചാവ് കണ്ടെത്തിയത്. പോലീസ് ജയിൽ അധികൃതരുടെ സംയുക്ത പരിശോധനയാണ് നടന്നത്. വിവരങ്ങളുമായി എസ് ശാലിനി ചേരുകയാണ്. ശാലിനി, ഇന്ന് പുലർച്ചെ നടത്തിയ റെയ്ഡിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ കഞ്ചാവ് കണ്ടെത്തിയിരിക്കുന്നത്. സംസ്ഥാനത്തെ പല ജയിലുകളിലും സെൻട്രൽ ജയിലുകൾ അടക്കമുള്ള ഇടങ്ങളിൽ ഉള്ള പരിശോധന ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ട് ആ പരിശോധന ഇപ്പോഴും തുടരുകയാണോ? തീർച്ചയായും സംസ്ഥാന വ്യാപകമായി സെൻട്രൽ ജയിലുകൾ കേന്ദ്രീകരിച്ച് ഇപ്പോൾ പോലീസിന്റെയും ഒപ്പം തന്നെ ജയിൽ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും ഒരുമിച്ചുള്ള സംയുക്ത പരിശോധന തുടരുകയാണ്. ഈ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ടാണ് തിരുവനന്തപുരം, കണ്ണൂർ, വിയ്യൂർ, തവനൂർ ഉൾപ്പെടെയുള്ള സെൻട്രൽ ജയിലുകളിൽ പരിശോധന നടത്തിയത്. ഇതിൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ഒപ്പം തന്നെ തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്നും കഞ്ചാവ് പിടികൂടിയിട്ടുണ്ട് എന്നുള്ള വാർത്തയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് കഞ്ചാവ് മാത്രമല്ല, കത്തിയും സിഗരറ്റ് കെട്ടുകളും കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ ചില ജയിൽ പുള്ളികൾ, പ്രത്യേകിച്ച് പ്രതികളായി അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിലേക്ക് എത്തിയിട്ടുള്ള പലരും ഈ കഞ്ചാവ്, മയക്കുമരുന്ന് ഉൾപ്പെടെ വിൽക്കുന്ന സംഘത്തിന്റെ പ്രധാന കണ്ണികളാണ് എന്നുള്ള പരാതികൾ ഉയർന്നിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ചില രഹസ്യ വിവരങ്ങൾ പോലീസിന് ലഭ്യമായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇന്നലെ മുതൽ തന്നെ ഈ പരിശോധന വ്യാപകമാക്കിയത്. ഇന്ന് രാവിലെ 2 മണി മുതൽ ആരംഭിച്ച പരിശോധന ഈ മണിക്കൂറിലും തുടരുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ ജില്ലാ ജയിലുകളടക്കം കേന്ദ്രീകരിച്ച് പരിശോധന വ്യാപിപ്പിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ മാധ്യമങ്ങൾക്ക് മുൻപിൽ സംസാരിച്ചിട്ടുള്ളത്. വ്യാപകമായി ജയിലുകൾ കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ ജയിലുകളിൽ പ്രതികളെ കാണാനെത്തുന്നവരടക്കം അവിടെയുള്ള തടവുകാർക്ക് കഞ്ചാവ് ഉൾപ്പെടെയുള്ള മയക്കുമരുന്നുകൾ കൊണ്ടുവന്ന് കൈമാറുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പരാതികളായി ഉയർന്നിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പരിശോധന നടത്തിയത്. ഇതിൽ ജയിൽ ജീവനക്കാർ ഉൾപ്പെടെയുള്ളവരും കണ്ണടയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ് ഉയർന്നിട്ടുള്ള ആക്ഷേപം. ഇതിലും നടപടികൾ അടക്കമുള്ള കാര്യങ്ങൾ, ഇത്തരക്കാർക്കെതിരെ അന്വേഷണം അടക്കമുള്ള കാര്യങ്ങളും ആഭ്യന്തര വകുപ്പ് ആരംഭിക്കുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു കഞ്ചാവ് വേട്ടയാണ് ഇപ്പോൾ സംസ്ഥാനത്തെ സെൻട്രൽ ജയിലുകൾ കേന്ദ്രീകരിച്ച് നടന്നിട്ടുള്ളത്. അതിൽ വെറുമൊരു കഞ്ചാവ് മാത്രമല്ല, അതിനപ്പുറം ഹാഷിഷോയിൽ മറ്റ് കാര്യങ്ങൾ ഉൾപ്പെടെ ഈ ജയിലുകളിൽ നിന്ന് പിടികൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പരിശോധനാ റിപ്പോർട്ടുകളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ ഒന്നും തന്നെ പോലീസ് ഈ ഘട്ടത്തിൽ പുറത്തുവിട്ടിട്ടില്ല. എന്തായാലും തിരുവനന്തപുരത്ത് ജയിലിൽ നിന്നും, സെൻട്രൽ ജയിലിൽ നിന്നും ഒപ്പം തന്നെ കണ്ണൂരിൽ നിന്നുമാണ് ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ടാണ് പരിശോധന. ശാലിനിയാണ് വിവരങ്ങൾ നൽകി.